കോഴിക്കോട് കായക്കൊടി എള്ളിക്കാപ്പാറയിൽ ഭൂചലനം അനുഭവപ്പെട്ടതായി നാട്ടുകാർ. രാത്രി 8 മണിയോടെയാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. ഭൂചലനത്തെ തുടർന്ന് ആളുകൾ വീട് വിട്ടിറങ്ങി. റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് ചേരുന്നു. മിഥില, എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം? എന്തെങ്കിലും സ്ഥിരീകരണം ഇത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടുണ്ടോ ഭൂചലനവുമായി സംബന്ധിച്ച്? സുഹേൽ, ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. നാട്ടുകാർ പറഞ്ഞ അറിവ് മാത്രമാണ് ഈ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർക്കുമുള്ളത്. കായക്കൊടി എള്ളിക്കാപ്പാറയിലാണ് ഭൂചലനമുള്ളതായി നാട്ടുകാർ പറഞ്ഞത്. അതിനെ തുടർന്ന് കുറച്ച് സമയം, സെക്കൻഡുകൾ മാത്രമാണ് ഭൂചലനം അനുഭവപ്പെട്ടതെന്ന് പറയുന്നു. ആ സമയത്ത് അവിടെയുള്ള ആളുകൾ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. വലിയ ശബ്ദം, ഭൂചലനത്തെ തുടർന്ന് പ്രത്യേക ശബ്ദം അനുഭവപ്പെട്ടു എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. ഈ ഒരു ശബ്ദം കേട്ടാണ് പരിഭ്രാന്തരായ ജനം വീട് വിട്ട് പുറത്തിറങ്ങിയത്. തുടർന്ന് EK വിജയൻ MLA ഈ പ്രദേശത്തുള്ള ആളുകൾ ബന്ധപ്പെട്ടു. അദ്ദേഹം കളക്ടറുമായി സംസാരിക്കുകയും അങ്ങനെയാണ് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയത്. ഇന്നലെയും സമാനമായ രീതിയിൽ ശബ്ദമുണ്ടാവുകയും ഭൂചലനം അനുഭവപ്പെട്ടു എന്നും പറയുന്നുണ്ട്. പക്ഷേ നാശനഷ്ടങ്ങളോ മറ്റ് അനിഷ്ട സംഭവങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. സെക്കൻഡുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഭൂചലനം എന്നാണ് നാട്ടുകാരിൽ നിന്നും ലഭ്യമാവുന്ന വിവരം. എന്തു തന്നെയായാലും ഇതുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി, റവന്യൂ ജിയോളജി വകുപ്പിന്റെയൊക്കെ പരിശോധന നടക്കേണ്ടതുണ്ട്. എന്തായാലും നാട്ടുകാർ ഭൂചലനം അനുഭവപ്പെട്ടു എന്നാണ് പറയുന്നത്. ചെറിയ രീതിയിൽ ഭൂചലനം അനുഭവപ്പെട്ടു. അപ്പോൾ തന്നെ വീട് വിട്ട് വീട്ടുകാരൊക്കെ പുറത്തേക്ക് ഇറങ്ങി വലിയ ശബ്ദം കേട്ടു നടക്കും നാട്ടുകാർ പറയുന്നു. എന്തായാലും ഔദ്യോഗിക സ്ഥിരീകരണം വരാനുണ്ട്. ജിയോളജി റവന്യൂ വകുപ്പിന്റെ പരിശോധന അടക്കം നടക്കാനുമുണ്ട്. മിഥില ബാലനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.